ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ ഭരണഘടനയിൽ നിന്നുള്ളതും മാത്സിൽ നിന്നുള്ളതുമായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. അതിൻ്റെ PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നതിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പോളിമറുകളെ പറ്റിയും പ്ലാസ്റ്റിക്, ഫൈബർ അതിനൊക്കെ പറ്റിയിട്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഔഷധങ്ങൾ, അതായത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്, ആൻറ്റിസെപ്റ്റിക്കുകൾ, അതുപോലെ അനാൾജസിക്, ആൻറ്റാസിഡ്സ് അങ്ങനെയുള്ള ഔഷധങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോപ്പ്, ഡിറ്റർജൻറ്റ് തുടങ്ങിയ ശുചീകാരികളെ പറ്റിയിട്ടുമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇനി കെമിസ്ട്രിയിൽ നമുക്ക് ആകെ ഒരു ടോപ്പിക്കും കൂടെ എടുക്കാനുള്ളൂ, ദ്രവ്യവും പിണ്ഡവും എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അനാൾജസിക്കിനെ പറ്റിയിട്ടാണ്. അനാൾജസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേദനാസംഹാരികളാണ് അനാൾജസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. തലാമസ് ആണ് വേദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം. അതായത് വേദന കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അനാൾജസിക്കുകൾ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ്, അനാൾജസിക്കിന് എക്സാമ്പിളാണ് ഏതൊക്കെ? മോർഫിൻ, ആസ്പിരിൻ, പാരസെറ്റമോൾ എന്നിവ. ഓക്കെ, അപ്പോൾ അനാൾജസിക്കിന് എക്സാമ്പിളാണ് എന്തൊക്കെ? മോർഫിൻ, ആസ്പിരിൻ, പാരസെറ്റമോൾ എന്നിവയൊക്കെ. അപ്പോൾ ഇതിലെ ആസ്പിരിൻ ആണ് എന്ത്? വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ഏതാ? ആസ്പിരിൻ ആണ്. ഈ ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ഫെലിക്സ് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ അനാൾജസിക്കുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ നാർക്കോട്ടിക് എന്നും നാർക്കോട്ടിക് എന്നും. ഈ നോൺ നാർക്കോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പനി കുറയ്ക്കുക, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ കട്ടിയാകലിനെ തടയുക, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ നോൺ നാർക്കോട്ടിക് അനാൾജസിക്കുകൾ. പനി കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ കട്ടിയാകുന്നത് തടയുന്നതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നോൺ നാർക്കോട്ടിക് അനാൾജസിക്കുകൾ. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഈ ആസ്പിരിനും പാരസെറ്റമോളുമാണ് നോൺ നാർക്കോട്ടിക് അനാൾജസിക്കുകൾക്ക് എക്സാമ്പിൾ. എന്നാൽ നാർക്കോട്ടിക് അനാൾജസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞ അളവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേദന കുറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. അതുപോലെ ഉറക്കം ഉണ്ടാക്കുന്നതിനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ. എന്നാൽ കൂടിയ അളവിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അബോധാവസ്ഥ, അതുപോലെ തന്നെ അപസ്മാരം, ബുദ്ധിമാന്ദ്യം, അവസാനം മരണത്തിനും വരെ കാരണമാകുന്നതാണ് നാർക്കോട്ടിക് അനാൾജസിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാർക്കോട്ടിക് ചെറിയ അളവിൽ കഴിക്കുന്നത് കുഴപ്പമില്ല, എങ്കിലും വലിയ അളവിൽ, കൂടിയ അളവിൽ നമ്മൾ ഉപയോഗിച്ചാൽ അത് മരണത്തിന് വരെ കാരണമാകും. അതിനുള്ള എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? മോർഫിൻ. നാർക്കോട്ടിക് അനാൾജസികൾക്ക് എക്സാമ്പിളാണ് മോർഫിൻ എന്ന് പറയുന്നത്. ഈ മോർഫിനെ നമ്മൾ എന്നൂടെ വിളിക്കാറുണ്ട്? ഒപ്പിയേറ്റുകൾ എന്നും വിളിക്കാറുണ്ട്. ഒപ്പിയേറ്റുകൾ. കാരണം ഈ മോർഫിൻ നാർക്കോട്ടിക്കുകൾ ഒപ്പിയം ചെടിയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. ഒപ്പിയം ചെടിയിൽ നിന്നും ഉണ്ടാക്കുന്നത് കൊണ്ട്, ഒപ്പിയം എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവയെ നമ്മൾ ഒപ്പിയേറ്റുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ആൻറ്റിപൈററ്റിക്സ്. അപ്പോൾ നമ്മൾ അവിടെയും പറഞ്ഞു എന്താ? പാരസെറ്റമോൾ. വേദനാസംഹാരിയായിട്ടും പാരസെറ്റമോൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിപൈററ്റിക്സുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുന്ന ആൾക്കാരാണ് ഇത്. ശരീര താപനില കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ആൻറ്റിപൈററ്റിക്സ്. അപ്പോൾ ശരീരത്തിൻ്റെ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പറയും? 98.4 ഫാരൻഹീറ്റ്. 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിലാണെങ്കിൽ ഇത്രയും, ഡിഗ്രി സെൽഷ്യസിലാണ് ഇത്രയാണ് നമ്മുടെ ശരീര താപനില. അപ്പോൾ ഈ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീര താപനില കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പാരസെറ്റമോൾ. ഇനി ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിലും അതുപോലെ തന്നെ മൃഗങ്ങളിലുമുള്ള അണുബാധയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. മനുഷ്യനിലും മൃഗങ്ങളിലുമുള്ള അണുബാധയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുക. അപ്പോൾ ശരീരത്തിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാനാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ശരീരത്തിനുള്ളിലെ അണുക്കളെ തടയാനായിട്ട്.
ശരീരത്തിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ ആൻറ്റിബയോട്ടിക്. എന്നാൽ ശരീരത്തിന് പുറത്തുള്ളത് നശിപ്പിക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആൻറ്റിസെപ്റ്റിക്കുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്, ആൻറ്റിസെപ്റ്റിക്, അതുപോലെ തന്നെ അണുനാശിനികൾ, ഡിസിൻഫെക്റ്റൻസ്, ഇതൊക്കെ എന്താണ്? ആൻറ്റി മൈക്രോബിയലുകൾക്ക് ഉദാഹരണമാണ്. ആൻറ്റിമൈക്രോബിയൽസ് എന്നറിയപ്പെടുന്നവയാണ് ഇവയെല്ലാം. ആൻറ്റിമൈക്രോബിയൽസ് എന്നറിയപ്പെടുന്നതാണ് ഏതൊക്കെ? ആൻറ്റിബയോട്ടിക്, അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക്, ഓക്കെ, ആൻറ്റിസെപ്റ്റിക്കുകൾ, പിന്നെ ഡിസിൻഫെക്റ്റൻസ്, ഓക്കെ, ഡിസിൻഫെക്റ്റൻസ് എന്നൊക്കെ ഉള്ളത് ആൻറ്റിമൈക്രോബിയലുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ആൻറ്റിമൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ, ഫംഗസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയുടെ വളർച്ച തടയുകയോ ചെയ്യാൻ സാധിക്കുന്നവയാണ് ആൻറ്റിമൈക്രോബിയലുകൾ എന്ന് പറയുന്നത്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവയുടെ വളർച്ചയെ തടയാനോ ആയിട്ട് ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ അതിലുള്ളതാണ് ആൻറ്റിബയോട്ടിക്, ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻസ്, അതായത് അണുനാശിനികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ശരീരത്തിനുള്ളിലുള്ള അണുക്കളെ നശിപ്പിക്കാനും ആൻറ്റിസെപ്റ്റിക് ശരീരത്തിന് പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ആണ് ഏത്? പെൻസിലിൻ എന്ന് പറയുന്നത്. പെൻസിലിൻ ആണ് ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്. ഈ പെൻസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടെത്തിയത്. എവിടെ നിന്നാണ്? പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്ന്. ഓക്കെ, പെൻസിലിയം നൊട്ടേറ്റം. പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടെത്തിയത്. വേറെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ? ആംപിസിലിൻ, അമോക്സിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറോഫെനിക്കോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ബാക്ടീരിയോസൈഡൽ എന്നും അതുപോലെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നും. ബാക്ടീരിയോസൈഡൽ, അതുപോലെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നും നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബാക്ടീരിയോസൈഡൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നവയാണ്. ബാക്ടീരിയോസൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുന്നവ, സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നവയാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്നവയാണ്, സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കുന്നവയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റിലുള്ളതാണ്. ബാക്ടീരിയോസൈഡൽ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവയും ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് പ്രതിരോധിക്കുന്നവയുമാണ്. അപ്പോൾ ഈ ബാക്ടീരിയോസ്റ്റാറ്റിക്കിന് എക്സാമ്പിളാണ് ഇതൊക്കെ. ടെട്രാമൈസിനും ക്ലോറോഫെനിക്കോളൊക്കെ ബാക്ടീരിയോസ്റ്റാറ്റിക്കിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എറിത്രോമൈസിനും. ഓക്കെ, എറിത്രോമൈസിൻ ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, +2ൻ്റെ. എറിത്രോമൈസിൻ, ക്ലോറോഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഒക്കെ എന്താണ്? ആൻറ്റിബയോട്ടിക് ആണെന്ന് ആലോചിക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൻറ്റിബയോട്ടിക് ആണ്. അതേത് ആൻറ്റിബയോട്ടിക്കിൻ്റെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക് ആണ്. ഇനി ബാക്ടീരിയോസൈഡലിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഈ പെൻസിലിൻ, അതേപോലെ തന്നെ ഒഫ്ലോക്സാസിൻ, അതുപോലെ തന്നെ അമിനോഗ്ലൈക്കോസൈഡ്സ്, അതൊക്കെ വരുന്നുണ്ട്. അമിനോഗ്ലൈക്കോസൈഡ്സ് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ബാക്ടീരിയോസൈഡലിന് എക്സാമ്പിളാണ് അമിനോഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, അമിനോഗ്ലൈക്കോസൈഡ്സ്. പിന്നെ ഒഫ്ലോക്സാസിൻ, ടെക്സ്റ്റിലുള്ളതാണ് ഇതൊക്കെ. ഒഫ്ലോക്സാസിൻ എന്നിവയൊക്കെ ബാക്ടീരിയോസൈഡലിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ കുറേ എണ്ണം തന്നിട്ട് അതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുക എന്നാൽ ചോദിക്കുക. ആൻറ്റിബയോട്ടിക് ആണോ, ആൻറ്റിസെപ്റ്റിക് ആണോ, അനാൾജസിക് ആണോ? അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് അതാണ് പഠിക്കേണ്ടത്, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു. ഇപ്പോൾ ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ, ക്ലോറോഫെനിക്കോളൊക്കെ തന്നാൽ അത് ആൻറ്റിബയോട്ടിക് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ദൂഷ്യഫലങ്ങൾ, പെൻസിലിൻ എന്ന് പറയുന്നത് ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആണ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ദൂഷ്യഫലങ്ങൾ എന്താ? പെൻസിലിൻ്റെ ഒക്കെ ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ അത് അലർജിക്ക് കാരണമാവും. അലർജിക്ക് കാരണമാവുന്നവയാണ് പെൻസിലിൻ. ഇനി സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുവിന് ശ്രവണ വൈകല്യം ഉണ്ടാകാൻ കാരണമാകുന്നു. ഗർഭസ്ഥ ശിശുവിന് ശ്രവണ വൈകല്യം ഉണ്ടാവാൻ കാരണമാകുന്നത് ഏതാ? സ്ട്രെപ്റ്റോമൈസിനാണ്. ഗർഭസ്ഥ ശിശുവിന് ശ്രവണ വൈകല്യം. ഇനി ടെട്രാസൈക്ലിൻ പല്ലിന് മഞ്ഞ നിറം നൽകുന്നു. വൃക്കയ്ക്ക് തകരാറ്, അതുപോലെ തന്നെ വൃക്കകൾക്ക് തകരാറ് ഉണ്ടാവാൻ കാരണമാകുന്നു. അതേപോലെ തന്നെ പല്ല് മഞ്ഞ കളറാവാനായിട്ട്
കാരണമാകുന്നതൊക്കെ എന്താ? ടെട്രാസൈക്ലിൻ. ക്ലോറോഫെനിക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവാനും ബലഹീനതയ്ക്കും അതുപോലെ തന്നെ വിളറിയ ത്വക്ക് അതിനൊക്കെ കാരണമാകുന്നതാണ്. ക്ഷീണം അതേപോലെ തന്നെ ബലഹീനത, വിളറിയ ത്വക്ക്. ക്ഷീണം, ബലഹീനത, വിളറിയ ത്വക്ക് എന്നിവയൊക്കെ കാരണമാകുന്നതാണ് ഏത്? ക്ലോറോഫെനിക്കോൾ എന്ന് പറയുന്നത്. ഇനി ആൻറ്റിസെപ്റ്റിക്കുകൾ നമ്മൾ പറഞ്ഞു ശരീരത്തിന് പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാനാണ് എന്തുപയോഗിക്കുക? ആൻറ്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ആണ് ഫീനോൾ. ആൻറ്റിബയോട്ടിക് ഏതായിരുന്നു? പെൻസിലിനായിരുന്നു. ആൻറ്റിസെപ്റ്റിക് ഫീനോളാണ്. ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിസെപ്റ്റിക് ആണ് ഫീനോൾ. ശരീരത്തിന് പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാനാണ്. അതായത് ക്ഷതം, മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള മറ്റ് എക്സാമ്പിളുകളാണ് ഏതൊക്കെ? ഈ ഡെറ്റോള്, ഫ്യൂറാസിൻ, സോഫ്രാമൈസിൻ എന്നൊക്കെ പറയുന്നത് മറ്റ് എക്സാമ്പിളുകളാണ്. ഇനി ശക്തിയേറിയ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് അയഡിൻ എന്ന് പറയുന്നത്. ശക്തിയേറിയ ഒരു ആൻറ്റിസെപ്റ്റിക്. ഓക്കെ, ശക്തിയേറിയ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് അയഡിൻ എന്ന് പറയുന്നത്. ഇനി ബിത്തിയോണാൽ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ബിത്തിയോണാൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. അത് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ലഭിക്കാൻ സോപ്പിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥമാണ് ബിത്തിയോണാൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിത്തിയോണാൽ എന്ന് പറയുന്നത് എന്താ? ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ലഭിക്കാനായിട്ട് സോപ്പിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥമാണ് ബിത്തിയോണാൽ. ഇനി മുറിവുകളിൽ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക്, മുറിവുകളിൽ ഉപയോഗിക്കുന്നതാണ് അയഡോഫോം. അയഡോഫോം എവിടെയാണ് യൂസ് ചെയ്യുക? മുറിവുകളിൽ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഇനി അതേപോലെ തന്നെ മുറിവുകളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളിൻ്റെയും ജലത്തിൻ്റെയും മിശ്രിതത്തിലുള്ള അയഡിൻ്റെ 2 മുതൽ 3% വരെയുള്ള ലായനിയുടെ പേര്. മുറിവിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതിൽ ആൽക്കഹോളിൻ്റെയും ജലത്തിൻ്റെയും മിശ്രിതത്തിലുള്ള അയഡിൻ്റെ 2 മുതൽ 3% വരെയുള്ള ലായനിയുടെ പേരാണ് ടിഞ്ചർ അയോഡിൻ. ടിഞ്ചർ അയോഡിൻ എന്ന് പറയുന്നത് അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ടിഞ്ചർ അയോഡിൻ എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെയൊക്കെ? ആൽക്കഹോളിൻ്റെയും ജലത്തിൻ്റെയും മിശ്രിതമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞു, ആൻറ്റിസെപ്റ്റിക് പറഞ്ഞു. ഇനി നമുക്ക് അണുനാശിനികളാണ്. ഡിസ്ഇൻഫെക്റ്റൻറ്റുകൾ. ഡിസ്ഇൻഫെക്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അണുനാശിനികളാണ്. അതായത് തറ, ഡ്രെയിനേജ് സംവിധാനം തുടങ്ങിയവയൊക്കെ അവയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയ നിർജീവ വസ്തുക്കളിൽ ഉപയോഗിക്കുന്നതാണ് അണുനാശിനികൾ. നിർജീവ വസ്തുക്കളിലാണ് ഉപയോഗിക്കുക. തറ, ഡ്രെയിനേജൊക്കെ ക്ലീൻ ചെയ്യാൻ അവിടത്തെയൊക്കെ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഏതൊക്കെ? ഫീനോള്, വെസ്ഫീൻ, വെസ്കോഡൈൻ എന്നൊക്കെ പറയുന്നത്. വെസ്കോഡൈൻ, വെസ്ഫീൻ, ഫീനോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അണുനാശിനികളാണ്. ടെക്സ്റ്റിലുള്ള പേരുകളാണ്. +2 NCERT ടെക്സ്റ്റിലുള്ളതാണ്. ഫീനോള്, വെസ്ഫീൻ, വെസ്കോഡൈൻ എന്നിവയല്ല. ഇനി ആൻറ്റിഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിസ്റ്റാമിനെ എതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹിസ്റ്റാമിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ആൻറ്റിഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അലർജിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. മരുന്നുകളാണ്. അപ്പോൾ അതിൽ ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന എരിച്ചിലിനും വീക്കത്തിനും ഒക്കെ കാരണമാകുന്ന സംയുക്തങ്ങളാണ് ഹിസ്റ്റാമിൻ. ഈ ഹിസ്റ്റാമിൻ എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന എരിച്ചില്, വീക്കം ഇതിനൊക്കെ കാരണമാകുന്നവരാണ്. അതേപോലെ തന്നെ ഈ ജലദോഷം, സാധാരണ ജലദോഷത്തിനും ഈ പൂമ്പൊടികളുടെ അലർജിക്കും തുടർന്നുണ്ടാകുന്ന മൂക്കടപ്പിനും ഒക്കെ കാരണമാകുന്നത് ഈ ഹിസ്റ്റാമിനാണ്. പൂമ്പൊടികളുടെ അലർജി അതുപോലെ തന്നെ സാധാരണ ജലദോഷം അതിനൊക്കെ കാരണമാകുന്നത് എന്ത് തന്നെയാണ്? ഹിസ്റ്റാമിനാണ്. അപ്പോൾ അതിനെതിരായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് ആൻറ്റിഹിസ്റ്റാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിഹിസ്റ്റാമിനുകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? ബ്രോംഫിനിറാമൈൻ അതുപോലെ തന്നെ ടെർഫിനാഡിൻ, ബ്രോംഫിനിറാമൈൻ എന്നൊക്കെ പറയുന്നത് ആൻറ്റിഹിസ്റ്റാമിൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ടെർഫിനാഡിൻ ആൻറ്റിഹിസ്റ്റാമിൻ ആണ്. ബ്രോംഫിനിറാമൈൻ എന്ന് പറയുന്നതും ആൻറ്റിഹിസ്റ്റാമിൻ ആണ്. ഇനി ആൻറ്റാസിഡ്സ്. അപ്പോൾ ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. അസിഡിറ്റി കുറയ്ക്കാൻ. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ആമാശയത്തിലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഏതൊക്കെ? റാനിറ്റിഡിൻ എന്ന് പറയുന്നതും സിമീറ്റൈഡിൻ എന്ന് പറയുന്നതും റാനിറ്റിഡിൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ആൻറ്റാസിഡ്സ് ആണ്. ഇനി സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക ഗുളികകളാണ്. സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറക്ക ഗുളികകൾ.
ഓക്കെ. അപ്പോൾ ഈ ട്രാൻക്യുലൈസേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉറക്ക ഗുളികകളിൽ തന്നെയുള്ള ഒരു പ്രധാന ഘടകമാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠയോ അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻറ്റി ഡിപ്രസൻസ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണ് ഈ ട്രാൻക്യുലൈസേഴ്സ് എന്ന് പറയുന്നത്. ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല ഉത്കണ്ഠ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ എന്നിവയുടെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വല്ല അസ്വസ്ഥതകൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ ഈ ട്രാൻക്യുലൈസേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഈ തന്നിട്ടുള്ളതൊക്കെ. ഫിനൽസിൻ എന്ന് പറയുന്നതും മെപ്രോഭമേറ്റ് എന്ന് പറയുന്നതും ഇപ്രോണിയാസിസ്, മെപ്രോഭമേറ്റ്, ഫിനാൽസിൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഫിനാൽസിൻ, ഇപ്രോണിയാസിസ്, മെപ്രോഭമേറ്റ് എന്നിവയൊക്കെ എന്താണ്? ട്രാൻക്യുലൈസേഴ്സ് ആണ്. ഈ ട്രാൻക്യുലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉത്കണ്ഠ, സമ്മർദ്ദം, അമിതാവേശം എന്നിവയിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട്, ഒരു സുഖാവസ്ഥ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് ട്രാൻക്യുലൈസേഴ്സ്. ആൻറ്റി ഡിപ്രസൻസ് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ ട്രാൻക്യുലൈസേഴ്സ് തന്നെയാണ്. ഇനി വിരയിളക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്ത് എന്ന് പറയുന്നത്. ആൻറ്റി ഹെൽമിന്ത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിരയിളക്കാൻ. വിരയിളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്ത്. അതിനുള്ള ഉദാഹരണമാണ് എന്ത്? ആൽബൻഡസോൾ. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ആൽബൻഡസോൾ എന്ന് പറയുന്നത് ആൻറ്റി ഹെൽമിന്തിനെ ഒരു എക്സാമ്പിളാണ്. വിരയിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഏത്? ആൻറ്റി ഹെൽമിന്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സോപ്പുകൾ, ശുചീകാരികളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് സോപ്പ്, ഈ ഭാഗത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്ക്? എണ്ണകൾ അല്ലെങ്കിൽ കൊഴുപ്പുകൾ, അതിലൊക്കെ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണകളോ കൊഴുപ്പുകളോ ഒക്കെ ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് എന്ത്? സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദു സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മൃദു സോപ്പുകൾ, ബാത്തിങ് സോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം, വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അത് സർഫസ് ടെൻഷനെ കുറയ്ക്കും. അതായത് ഈ പ്രതല ബലം കുറയ്ക്കുന്നത് കൊണ്ടാണ് വസ്ത്രങ്ങൾ കഴുകാനായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, വസ്ത്രങ്ങൾ കഴുകുമ്പോൾ സോപ്പ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ പ്രതല ബലം കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഇനി ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഉണങ്ങുന്നത് തടയാനായിട്ട് ഷേവിങ് സോപ്പുകളിൽ ചേർക്കുന്ന ഒരു പദാർത്ഥമാണ് ഗ്ലിസറിൻ. അപ്പോൾ ഷേവിങ് സോപ്പുകളിൽ പെട്ടെന്ന് ഉണങ്ങുന്നത് തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഇനി സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം, വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതെന്തിനാന്ന് വെച്ചാൽ ക്ലോറിൻ്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലുള്ള ക്ലോറിൻ്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളുകളിൽ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ബേബി സോപ്പുകളിലൊക്കെ ആണെങ്കിലോ, ബേബി സോപ്പുകളുടെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ബേബി സോപ്പ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ മൃദുജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോപ്പ് നന്നായി പതയുന്ന ജലമാണ് മൃദുജലം. സോപ്പ് പതയുന്ന ജലമാണ് മൃദുജലം. കഠിനജലം എന്ന് പറഞ്ഞാലോ പതയാത്ത ജലമാണ്. നന്നായി പതയാത്ത ജലമാണ് കഠിനജലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോപ്പ് നല്ലതുപോലെ പതയാനായിട്ട് സോപ്പിൽ ചേർക്കുന്ന ഒരു പശ, സോപ്പ് നന്നായി പതയാനായിട്ട് സോപ്പിൽ ചേർക്കുന്ന ഒരു പശയാണ് റോസീൻ എന്ന് പറയുന്നത്. ഇനി സോപ്പിൻ്റെ ഗുണനിലവാരം നമ്മൾ എങ്ങനെയാണ് പറയുക? സോപ്പിൻ്റെ ഗുണനിലവാരം പറയുന്നത് അതിലെ TFM, അത് അളക്കാനുള്ള ഒരു യൂണിറ്റാണ് ഈ TFM എന്ന് പറയുന്നത്. ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ടോട്ടൽ ഫാറ്റി മാറ്റർ. ഈ ഒരു യൂണിറ്റ്, ഈ TFM എത്രയാണെന്ന് നോക്കിയിട്ടാണ് ആ സോപ്പ് എത്രത്തോളം നല്ലതാണ് അതിൻ്റെ ഗുണനിലവാരം നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാന്തരം സോപ്പുകൾക്ക് ഉണ്ടായിരിക്കേണ്ട TFM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 66% അതിൽ കൂടുതലോ, 66% അതിൽ കൂടുതലോ ആണെങ്കിലാണ് അത്
ഏറ്റവും ബെസ്റ്റ് സോപ്പ് എന്ന് പറയാം. ഒന്നാം തരം സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ TFM 76 അതിൽ കൂടുതലോ ആയിരിക്കണം. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു തവണ. അപ്പോൾ ഇത്രയാണ് സോപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി കൃത്രിമ ഡിറ്റർജൻറ്റുകളാണ്. കൃത്രിമ ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് പോലെ തോന്നിപ്പിക്കുന്നതാണ്. അതായത് സോപ്പിൻ്റെ അംശങ്ങളില്ലാത്തതും എന്നാൽ സോപ്പിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ശുദ്ധീകരണ സഹായികളാണ് കൃത്രിമ ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത്. സോപ്പിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും, സോപ്പിൻ്റെ അംശങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ളവരാണ് കൃത്രിമ ഡിറ്റർജൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഠിനജലത്തിലാണെങ്കിലും സാധാരണ ജലത്തിലാണെങ്കിലും ഇത് പതയും. കൃത്രിമ ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഠിനജലത്തിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സാധാരണ ജലത്തിലാണെങ്കിലും അവ പതയുന്നവയാണ്. അപ്പോൾ ഇവയെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്: ആനയോണിക്, കാറ്റയോണിക്, അയോൺ രഹിത ഡിറ്റർജൻറ്റുകളെന്ന്. അതായത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ആനയോണിക്, വീട്ടാവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നു. ടൂത്ത് പേസ്റ്റിലും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിൽ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നവയാണ് ഈ ആനയോണിക് ഡിറ്റർജൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ആനയോൺ ഭാഗമാണ് ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ ആനയോണിക് ഭാഗമായിരിക്കും ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് ആ പേര് വരുന്നത്. ഇനി കാറ്റയോണിക് ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ ഹെയർ കണ്ടീഷണറുകളിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഹെയർ കണ്ടീഷണറുകൾ. ഹെയർ കണ്ടീഷണറുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അയോൺ രഹിതമാണെങ്കിലോ അത് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പാത്രം കഴുകാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ദ്രാവക ഡിറ്റർജൻറ്റുകളാണ് ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവയുടെ കാര്യത്തിൽ എന്താ യാതൊരു അയോണുകളും ഇല്ല. ഇതാണ് ഈ ആനയോണിക് ഭാഗം, ഇതാണ് കാറ്റയോണിക് ഭാഗമാണ് അവിടെ ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഒരു തരം അയോണുകളും ഇല്ലാത്തതാണ് അയോൺ രഹിതം. അപ്പോൾ ആനയോണിക് എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യങ്ങൾക്ക് ടൂത്ത് പേസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഹെയർ കണ്ടീഷണറിലൊക്കെ ഉള്ളതാണ് കാറ്റയോണിക് എന്ന് പറയുന്നത്. പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ഡിറ്റർജൻറ്റുകളാണ് ഇത് അയോൺ രഹിത ഡിറ്റർജൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി സാക്കറിൻ, അത് ഇനി ഇതിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര എന്നറിയപ്പെടുന്ന ഏതാ? സാക്കറിനാണ്. ഇനി എന്താണ്? അതായത് ഇപ്പോൾ ഈ സാക്കറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയേക്കാളും 550 മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. സാധാരണ പഞ്ചസാര എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന പഞ്ചസാരയാണ്. അപ്പോൾ ഈ കരിമ്പിൽ നിന്നുള്ള പഞ്ചസാരയേക്കാൾ, കരിമ്പിൽ നിന്നുള്ളതിനേക്കാൾ 550 മടങ്ങ് മധുരം ഏതിന് ഉണ്ടാവും? ഈ സാക്കറിന് ഉണ്ടാവും. എന്നാൽ കരിമ്പിൽ നിന്നുള്ളതിനേക്കാൾ 100 മടങ്ങ് മധുരമുള്ളതാണ് ഏത്? അസ്പാർട്ടം എന്ന് പറയുന്നത്. കരിമ്പിൻ പഞ്ചസാരയേക്കാൾ 100 മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടം. കൃത്രിമ മധുരകാരിയാണ് അസ്പാർട്ടം എന്ന് പറയുന്നത്. ഇനി ഫുഡ് പ്രിസർവേറ്റീവ്സ്, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? സൂക്ഷ്മജീവികളുടെ വളർച്ച മൂലം ആഹാരം കേടാകുന്നതിനെ തടയുന്നതാണ്. അപ്പോൾ ആഹാരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. ഉപ്പ്, പഞ്ചസാര, സസ്യ എണ്ണകൾ, ബെൻസോയേറ്റ്, ഇതൊക്കെ എന്താ? ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബെൻസോയേറ്റ് എന്തിനാ? ആഹാരം കേടുകൂടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബെൻസോയേറ്റ്. 10th പ്രിലിമിനറിക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ഒന്ന് ആലോചിക്കുക. അതായത് ആഹാരത്തിലുള്ള ഓക്സിജൻ്റെ പ്രവർത്തനം കുറയ്ക്കുന്നത് വഴി ആഹാരത്തെ സംരക്ഷിക്കാൻ. അപ്പോൾ ആഹാരത്തിലെ ഓക്സിജൻ്റെ പ്രവർത്തനം കുറച്ച് ആഹാരത്തെ കേടുകൂടാതെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എൻറ്റാഗോണിസ്റ്റുകളുണ്ട്. അതായത് നമുക്കറിയാം എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈമുകൾ എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്. ശരിക്കും എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പ്രോട്ടീനാണ്. പ്രോട്ടീനുകളെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുക. അതായത് ശരീരത്തിലെ ജൈവ ഉൽപ്രേരകങ്ങളുടെ കടമ നിർവഹിക്കുന്ന പ്രോട്ടീനുകളാണ് ഈ എൻസൈമുകൾ. അതേപോലെ തന്നെ ശരീരത്തിലെ ആശയവിനിമയം നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റിസപ്റ്ററുകൾ എന്ന് പറയുന്നത്. അതായത് പ്രതിഗ്രാഹികൾ എന്നൊക്കെ പറയില്ലേ? റിസപ്റ്റർ സെൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്താണ്? ശരീരത്തിലെ ആശയവിനിമയ സംവിധാനത്തിന് നിർണായകമാവുകയാണ്. അപ്പോൾ ഈ റിസപ്റ്റർ സെല്ലുകളിൽ പ്രവർത്തിച്ചിട്ട് അവയുടെ സ്വാഭാവിക ധർമ്മത്തെ തടയാം. അപ്പോൾ പ്രതിഗ്രാഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിലെ ആശയവിനിമയ കാര്യങ്ങളൊക്കെ സുഗമമാവണമെങ്കിൽ അത് നന്നായി വർക്ക് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഗ്രാഹികളിലെ ബന്ധിക്കുകയും അതിൻ്റെ സ്വാഭാവിക ധർമ്മത്തെ തടയുകയും ചെയ്യുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റഗോണിസ്റ്റുകൾ എന്ന് വിളിക്കുക. ആൻറ്റഗോണിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പ്രതിഗ്രാഹി സ്ഥാനത്തേക്ക് ബന്ധിക്കുകയും അതിൻ്റെ സ്വാഭാവിക ധർമ്മത്തെ തടയുകയും ചെയ്യുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിക്, ഫൈബർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഈ 4R. ഇതെന്തിനാണ്? നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തടയുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന മലിനീകരണം തടയാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 4R ടെക്നിക്ക് എന്ന്. അപ്പോൾ ഇതിൽ ആറുകൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിലൊരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്, എക്സാമിന് അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതിവിടെ പറയുകയാണ്, 4R എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും അതുമൂലം ഉണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് 4 ആറുകൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താ? റെഡ്യൂസ് ചെയ്യുക, ഇതിൻ്റെ ഉപയോഗം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റെഡ്യൂസ്. പിന്നെന്താ? റീയൂസ്, അതായത് ഉപയോഗിച്ചത് തന്നെ വീണ്ടും ഉപയോഗിക്കുക, പുനരുപയോഗം, ഉപയോഗിച്ചത് തന്നെ വീണ്ടും ഉപയോഗിക്കുക. ഇനി അടുത്ത അപ്പോൾ റെഡ്യൂസ്, റീയൂസ്, ഇനി റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക. പ്ലാസ്റ്റിക്കുകൾ നൽകാനും പാടില്ല, പ്ലാസ്റ്റിക്കുകൾ സ്വീകരിക്കാനും പാടില്ല. ഇനി എന്ന് പറയുന്നത് എന്താ? റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുനഃചംക്രമണം. പുനഃചംക്രമണം ചെയ്യുക. അപ്പോൾ റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. റീയൂസ് ചെയ്യുക, ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാതെയും ഇരിക്കുക. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ പുനഃചംക്രമണം. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും അതുമൂലമുള്ള മലിനീകരണങ്ങൾ തടയാനും കഴിയും. ഓക്കെ, അപ്പോൾ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ അതുപോലെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതും NCERTയിലും അതുപോലെ +1 +2ലും +2ലെ ടെക്സ്റ്റിലെ ചാപ്റ്ററൊന്നും ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോയിന്റ്സ് എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.